കേരള സംസ്ഥാനത്തിൻ്റെ 2026-27 പുതുക്കിയ ബജറ്റ് ഞാൻ നിയമസഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും പിന്നോക്കാവസ്ഥയിലുള്ളവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് സാമൂഹ്യനീതിയോട് കൂടിയ സാമ്പത്തിക വളർച്ചയും പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തോടു കൂടിയ ആധുനിക അടിസ്ഥാന സൗകര്യ വികസനവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലെ പുതുയുഗ കേരളം സൃഷ്ടിക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജനകീയമായൊരു ബജറ്റാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ സാധിക്കും. അതിൻ്റെ ഉള്ളറകളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ജനോപകാരപ്രദമായ ബജറ്റാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ആദ്യ ബജറ്റ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഒട്ടേറെ പദ്ധതികൾ കേരളം ആഗ്രഹിച്ച അല്ലെങ്കിൽ നേരത്തെ കേരളം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ച് പിന്നീട് വന്ന സർക്കാരുകൾ നടപ്പാക്കാതെ മാറ്റിവെച്ച അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതികൾക്കൊക്കെ പുതുജീവൻ നൽകിയത് ഈ ബജറ്റിൽ നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് തിരുവനന്തപുരം അതോടൊപ്പം തന്നെ കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതിക്കായി പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുക അനുവദിച്ചിട്ടുണ്ട്. അത് വലിയ നേരത്തെ 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് തിരുവനന്തപുരത്തും കോഴിക്കോടും ലൈറ്റ് മെട്രോ. മീഞ്ചന്ത മുതൽ മെഡിക്കൽ കോളേജ് വരെയായിരുന്നു അന്ന് ലൈറ്റ് മെട്രോ പദ്ധതി കോഴിക്കോട് നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്. എന്നാൽ അത് നടപ്പായില്ല എന്നതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും തുടങ്ങാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വീണ്ടും സർക്കാർ ആ പദ്ധതിക്ക് തുടക്കം കുറിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്രേമികളും ഫുട്ബോൾ ക്ലബ്ബുകളും ഉള്ളത് മലബാറിലാണ്. പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. അവിടെ 50 കോടി രൂപ മുതൽ മുടക്കി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നു. ഇത്തരത്തിൽ നിരവധിയായ ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് ഈ ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നു. നമുക്ക് ഈ ബജറ്റ് ഏറെക്കാലത്തിന് ശേഷം ഒരു ജനകീയ ബജറ്റ് ഒരു ധനകാര്യമന്ത്രി അവതരിപ്പിച്ചു എന്ന് വിലയിരുത്താൻ സാധിക്കില്ലേ? തീർച്ചയായും ജനകീയ ബജറ്റ് തന്നെയാണ്. ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചേട്ടൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇനി വിശദമായിട്ടുള്ള ചർച്ചകളും പഠനങ്ങളും ഒക്കെ കഴിയുമ്പോൾ മാത്രമാണ് ഇത് എത്രത്തോളം കേരളത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. കാര്യം സാമ്പത്തികമായിട്ടുള്ള കേരളത്തിന്റെ സ്ഥിതി കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പിന്നീട് വിസ്മയം തീർക്കും മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ വിസ്മയം തീർക്കും, ബജറ്റിലൂടെ വിസ്മയം തീർക്കുമെന്നാണ് കേരളം പ്രതീക്ഷിച്ചിരുന്നത്. അതിലൊരു ചെറിയ വ്യത്യാസം തോന്നിയത് സർക്കാർ ജീവനക്കാർ വലിയ പ്രതീക്ഷയിലായിരുന്നു കേരളത്തിൽ അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന ബജറ്റിൽ. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഞങ്ങൾക്ക് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അത് അത്രത്തോളം അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമുണ്ടെങ്കിലും വലിയ തോതിലുള്ള ഒരു ആശ്വാസത്തിലേക്ക് എത്തിയെന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം സ്ത്രീകൾക്ക് പ്രിയദർശിനി പദ്ധതിക്കായി KSRTC സർക്കാർ ഫണ്ട് ചെയ്യുമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. 600 കോടി രൂപ പ്രിയദർശിനി പദ്ധതിക്കായി മാറ്റിവെക്കുന്നു. പിന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ്, അതും ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസും കേരളത്തിൽ ഉടനെ നടപ്പാക്കാമെന്നൊരു ആശ്വാസ വാർത്ത വരുന്നുണ്ട്. അതുപോലെ തന്നെ ജെൻസി വിഭാഗത്തിന് ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ തന്നെ AI മാർഗങ്ങൾ അല്ലെങ്കിൽ AI ടെക്നോളജി ഒക്കെ കേരളത്തിൽ വികസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ജെൻസി വിഭാഗത്തിന് ഒപ്പം ചേർക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗക്കാരെയും ഒപ്പം ചേർത്തുകൊണ്ട് തന്നെയാണ് ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല ജനകീയ ബജറ്റ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അല്ലെങ്കിൽ കേരളം കണ്ട കഴിഞ്ഞ 10 വർഷത്തിന് മുൻപ് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഇത്തരം ഒരു ജനകീയ ബജറ്റ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ വിഴിഞ്ഞം പദ്ധതി, അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. പിന്നീട് എന്തൊക്കെ ആരോപണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പിതൃത്വമൊക്കെ CPM LDF ഒക്കെ ഏറ്റെടുത്തെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾക്കറിയാം വിഴിഞ്ഞം പദ്ധതി എന്നത് UDFന്റെ പദ്ധതിയാണ്. വിഴിഞ്ഞം പദ്ധതി പോലുള്ള മികച്ച പദ്ധതികൾ വിഴിഞ്ഞം പദ്ധതി അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുതിയ സർക്കാർ ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ആശങ്ക നിലനിൽക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള കേരളത്തിന്റെ അവസ്ഥയാണ്. അത്തരം കാര്യങ്ങളിൽ ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനം, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ എളുപ്പം നടക്കുമോ? അത്തരം വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇപ്പൊ ബജറ്റ് അവതരിപ്പിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ സർക്കാർ ജീവനക്കാർക്കാണ് അവർ കരുതിയത്രത്തോളം ഒരു ആശ്വാസത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. മുഖ്യമന്ത്രി സഭയിൽ ബജറ്റ് അവതരിപ്പിച്ചു. ഇനി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്ന് അല്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമാക്കിയുള്ള ഒരു സംസാരം ഉണ്ടാകും, ബജറ്റിനെ ചൊല്ലിയുള്ള ചർച്ചകൾ ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ കൂടി വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ബജറ്റ് എത്രത്തോളം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക ഒഴിവാക്കാൻ കഴിയൂ. എന്തായാലും ജനകീയ ബജറ്റ് തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു ബജറ്റാണ് കേരളത്തിലെ നിയമസഭയിൽ ഇന്ന്
വച്ചിരിക്കുന്നത്. തീർച്ചയായും ബജറ്റ് ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന പദ്ധതികൾ അല്ലെങ്കിൽ ബജറ്റിൽ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ എല്ലാ തീരദേശവാസികൾക്കും പട്ടയം നൽകാൻ തീരുമാനമായിരിക്കുന്നു. 3 വർഷത്തിനുള്ളിൽ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്താനുള്ള പദ്ധതികളുണ്ട്. 40 വയസ്സ് കഴിഞ്ഞവർക്ക് ആരോഗ്യ പരിശോധന നടത്താൻ ധനസഹായം, സ്വകാര്യ ബസ്സുകൾക്ക് ആശ്വാസം, അതായത് 3 മാസത്തെ നികുതിയിൽ 50% ഇളവ്. പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കുമ്പോൾ സ്വകാര്യ ബസ് വ്യവസായത്തെ ബാധിക്കുമെന്നൊരു ആശങ്ക ബസ് ഉടമകൾ പങ്കുവച്ചിരുന്നു. അവർക്കൊരു ആശ്വാസത്തിന്റെ കൈത്താങ് 3 മാസത്തേക്ക് നികുതിയിൽ 50% ഇളവ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കാൻ കമ്മീഷനെ നിയമിക്കാൻ തീരുമാനമായിരിക്കുന്നു. സാമൂഹ്യ സുരക്ഷയ്ക്ക് 591 കോടി രൂപയാണ് വകയിരുത്തിയത്. ഇലക്ട്രിക് കാറുകൾക്ക് വില കുറയും. വ്യവസായങ്ങൾക്കായി 1558 കോടി രൂപ. പുതിയ സംരംഭകർക്ക് ഇൻക്യുബേഷൻ സെന്റർ തുടങ്ങാൻ തീരുമാനമായിരിക്കുന്നു. മനുഷ്യ വന്യമൃഗ സംഘർഷം പരിഹരിക്കാൻ 192 കോടി രൂപ. മുന്നോക്കക്ഷേമത്തിന് 39 കോടി രൂപ. ചരക്ക് സേവന നികുതിയിൽ മാറ്റം വരുത്തും. പെൻഷൻ പദ്ധതി പഠനം നടത്തി പരിഷ്കരിക്കുമെന്ന് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായ വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. സർക്കാർ ജീവനക്കാർക്കുള്ള ആശ്വാസം DA മുടങ്ങില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. ലോട്ടറി സമ്മാനഘടന മാറ്റും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന ഒരു സംവിധാനമാണ് ലോട്ടറി. അതിന്റെ സമ്മാനഘടന മാറ്റും. മെഡിസപ്പ് സമഗ്രമായി പരിഷ്കരിക്കും. സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻകാർക്കുമുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് സമഗ്രമായി പരിഷ്കരിക്കും. ബത്തേരിയിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, വയനാട് ജില്ലയിലെ നിയോജക മണ്ഡലമാണ് സുൽത്താൻ ബത്തേരി, അവിടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിക്കും. പൂന്തുറയിൽ, തിരുവനന്തപുരത്ത് പൂന്തുറയിൽ ഫിഷിംഗ് ഹാർബർ. എറണാകുളത്ത് സലീം കുമാർ സ്മാരക പ്രാരംഭ നടപടിക്കായി 1 കോടി രൂപ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വിട പറഞ്ഞ കേരളത്തിന്റെ നടന്മാരിൽ മികച്ച ഹാസ്യ നടന്മാരിൽ ഒരാളായ സലീം കുമാർ, അദ്ദേഹത്തിന്റെ ജന്മ ജില്ലയായ എറണാകുളത്ത് സ്മാരകം നിർമ്മിക്കാൻ 1 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. സംസ്ഥാനത്ത് ഭൂമിയുടെ ന്യായവില സമഗ്രമായി പരിഷ്കരിക്കും. ക്യാമ്പസുകളിൽ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് സെൽ സ്ഥാപിക്കും. അതായത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ റാഗിങ്ങിനെ തുടർന്ന് ജീവൻ നഷ്ടമായ സിദ്ധാർത്ഥിന്റെ നാമധേയത്തിലാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് പുതിയ ഭവന പദ്ധതി. അതോടൊപ്പം തന്നെ ശിവഗിരി മഠത്തിന്റെ വിജ്ഞാന സെന്ററിന് 5 കോടി രൂപ. തിരുവനന്തപുരത്ത് അതോടൊപ്പം തന്നെ ഹരിപ്പാടും 2ാമത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമെന്ന് തീരുമാനമായിരിക്കുന്നു. റബ്ബറിന്റെ താങ്ങുവില 280 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ജൻസി സ്റ്റാർട്ടപ്പുകൾക്ക് 50 കോടി രൂപ. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കോഴിക്കോട് തിരുവനന്തപുരം ലൈറ്റ് മെട്രോ പദ്ധതിക്ക് പ്രാരംഭ നടപടിക്ക് 20 കോടി രൂപ. MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി കോഴിക്കോട് കൾച്ചറൽ പാർക്ക്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 10 കോടി രൂപ. സിനിമാ വ്യവസായ വികസനത്തിന് 100 കോടി. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കാൻ 50 കോടി. വയോജന വകുപ്പിന് 10 കോടി. വിഴിഞ്ഞം റെയിൽപാത നടപ്പിലാക്കും. ലോകോത്തര സർവകലാശാലകൾ സ്ഥാപിക്കും. ദുർബല വിഭാഗത്തിന് കരുതൽ മിഷൻ. കപ്പൽ നിർമ്മാണ കേന്ദ്രങ്ങൾ തുടങ്ങും. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി. സാമ്പത്തിക ഇടനാഴിക്ക് 100 കോടി. വിഴിഞ്ഞം കേരളത്തിന്റെ മുഖമാക്കും. തുറമുഖ റെയിൽ യാഥാർത്ഥ്യമാക്കും. മിഷൻ സമുദ്ര പ്രഖ്യാപിച്ചു. കേരളത്തെ പോർട്ട് സിറ്റിയാക്കും. സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക വെല്ലുവിളികൾ കാരണം കേന്ദ്രവിഹിതം കുറഞ്ഞതാണെന്നും അതോടൊപ്പം തന്നെ പുതുയുഗ കേരള ലക്ഷ്യം, ആരോഗ്യ മേഖല മെച്ചപ്പെടുത്തും, വയോജനങ്ങളെ സംരക്ഷിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ധനകാര്യമന്ത്രി ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒറ്റനോട്ടത്തിൽ ആശ്വാസകരമാകുന്ന ഒരു ബജറ്റാണ്. എന്നാൽ പോലെ ഒരു ആശങ്ക, ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 2 കാര്യങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ പ്രഖ്യാപിച്ച 2 കാര്യങ്ങൾ മാത്രമാണ് നടപ്പിലാക്കി. ഇനി 3 ഉണ്ട്. അതെങ്ങനെ നടപ്പിലാക്കും എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ഘട്ടം ഘട്ടമായി ആ പദ്ധതികൾ നടപ്പിലാക്കുമെന്നാണ് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അധികാരത്തിലേറി ഉടൻ തന്നെ 3 പദ്ധതി നടപ്പിലാക്കി. അധികാരത്തിലേറി ഉടൻ തന്നെ വയോജന വകുപ്പ് രൂപീകരിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച പ്രിയദർശിനി ബസ് യാത്രാ പദ്ധതിക്ക് തുടക്കം കുറിച്ചു, ജൂൺ 15-ന്. ഇന്നിപ്പോൾ ബജറ്റിൽ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കുള്ള ഒരു തുക വകയിരുത്തിയിരിക്കുന്നു. അത് എത്ര കാലത്തിനകം ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ മറ്റൊരു കാര്യം. എന്തായാലും ജനകീയമായ ഒരു ബജറ്റ് അവതരിപ്പിച്ച് എല്ലാവരുടെയും കയ്യടി നേടാൻ വി.ഡി. സതീശന് തുടക്കത്തിൽ കഴിഞ്ഞു എന്നതൊരു യാഥാർത്ഥ്യമാണ്. സർക്കാരിന്റെ തുടക്കമാണ്. ഇനിയും വർഷങ്ങളുണ്ട്. അധികാരത്തിലെ 1 മാസവും 2 ദിവസവും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ ഒരു ജനകീയ ബജറ്റ് അവതരിപ്പിച്ച് എല്ലാവരുടെയും കയ്യടി നേടാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഉന്നമനം, കേരളത്തിന്റെ വികസനം, എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരായിരിക്കും ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഉണ്ടാവുക എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ നിരന്തരം പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഒരു സർക്കാർ തന്നെയാണ് അധികാരത്തിൽ വന്നെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ബജറ്റിന് വിമർശനം ഉണ്ടാകും, ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയുണ്ടാകും. ആ വിമർശനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വീണ്ടും അടുത്ത ബജറ്റ് ഇനിയും വരാനിരിക്കുന്നത്. എന്തായാലും ഒരു ബജറ്റിൽ കേരളത്തിൽ പ്രതീക്ഷിച്ചതുപോലെയുള്ള വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ കേരളത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വി.ഡി. സതീശന് കഴിഞ്ഞു. അത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ കയ്യടി അർഹിക്കുന്ന ഒരു കാര്യവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, രാജ്യത്തെ ഇത്തരത്തിൽ മറ്റ് കേന്ദ്രത്തെ അധികമായി ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനത്ത്, അല്ലെങ്കിൽ കേരളത്തിന് വലിയ നികുതി വരുമാനമൊന്നുമില്ലാത്ത ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് ഇത്രയും വലിയ ഒരു ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ വി.ഡി. സതീശൻ കയ്യടി അർഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ?
ഒരിക്കലുമില്ല. വി ഡി സതീശൻ കയ്യടി അർഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വളരെ മികച്ച ബജറ്റാണ്, ജനങ്ങൾക്ക് വളരെ ഇഷ്ടം തോന്നുന്ന, സർക്കാരിനോടുള്ള മതിപ്പ് കൂട്ടുന്ന തരത്തിലുള്ള ബജറ്റ് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ മറുവശത്ത് ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രത്തെ അത്രത്തോളം ആശ്രയിച്ച് നിൽക്കുന്ന സംസ്ഥാനം, കേരളം നമുക്ക് തരേണ്ട ഫണ്ട് ഓരോ തവണയും വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ ബജറ്റ് കേരളത്തിൽ നടപ്പിലാകുമോ, പൂർണ്ണമായി നടപ്പിലാകുമോ എന്നൊരു ചോദ്യമുണ്ട്. അതിന് മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള വി ഡി സതീശൻ തന്നെ വ്യക്തത വരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. കാര്യം നമ്മൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ധവളപത്രം സഭയിൽ അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത്തരം ജനകീയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട്, സാമ്പത്തികമായി ഇത് എങ്ങനെ നടപ്പിലാകുമെന്ന്. അതിന് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിലെങ്കിലും എത്രയും വേഗം തന്നെ മറുപടി പറയേണ്ടി വരും.